എന്താ ഐശ്വര്യ, എന്താ അടുക്കളയിൽ? ഏയ് ഒന്നുമില്ല. അമ്മ എവിടെ? കണ്ടില്ല. അല്ല, നീ എന്താ ഇതിലിട്ട് ഇളക്കുന്നേ? അത് ഓട്സിൽ പഞ്ചസാര ഇടുക. അതെല്ലാം അമ്മ ആവശ്യത്തിന് ഇട്ടതാണല്ലോ. ഒരുപാട് മധുരമൊന്നും വേണ്ട. ഇനി ഇടണ്ട കേട്ടോ. ഏയ് ഇല്ല. ഇപ്പോഴും ഓർത്തെ, ഇന്ന് അത്യാവശ്യമായിട്ട് അയക്കാനുള്ള ഒരു ബില്ല, അതൊന്ന് സെറ്റിൽ ചെയ്യണം. അയ്യോ, ഓട്സ് തണുത്തു പോയോ എന്തോ? ഏയ് ഇല്ലമ്മേ, തണുത്തിട്ടില്ല. ഞാനിത് ശ്യാമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. സംഗതി എന്തായാലും സക്സസ്. കഴിക്ക്. ചൂട് പോകും മുമ്പ് കഴിക്ക്. ഞാനുണ്ടാക്കിയതാ. അമ്മേ, ഇതെല്ലാം കൂടി കഴിച്ചാ യാത്ര പോകുമ്പോ വൊമിറ്റ് ചെയ്യുന്നൊരു പേടിയുണ്ട്. ഏയ്, ഓട്സ് അല്ലേ, കഴിച്ച ഒരു പ്രശ്നവുമില്ല. ഞാനല്ലേ പറയുന്നേ. അവിടെ സ്റ്റുഡിയോയിൽ റിഹേഴ്സലും പാട്ടും എല്ലാം ഉള്ളതാ. തിരിച്ചു വരാൻ കുറേ സമയമെടുക്കും. ഇനി അങ്ങനെ വിശന്നിരിക്കാനൊന്നും പറ്റില്ല. വയറ്റിലൊരു കുഞ്ഞുള്ളതാ. നന്നായി കഴിക്കും. ഇത് ശരിക്കും നമ്മുടെ ആ പഴയ അമ്മ തന്നെയാണോ? അതെ, ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്നതേ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഖയുടെ കുഞ്ഞ്. അതുപോരാ, ഇനി കഴിക്കണം. മതി അമ്മ. പറ്റില്ല. എന്നാ ഞാൻ കോരിത്തരാം. ഏയ് അമ്മ വേണ്ട. വേണം. കഴിക്ക് കഴിക്ക്, കൂടുതൽ കഴിക്ക്. എന്നാലേ ഇന്നത്തെ റെക്കോർഡിങ് കുളമാകും. വയറ്റിലുള്ള ആ കുഞ്ഞും റെഡിയാകും. കഴിക്ക്.
എല്ലാവരുടെയും ഈ സന്തോഷം ഇന്നത്തോടെ തീരാൻ പോവാ. അവളുടെ ഒരു പൊട്ട തമാശ. ചിരിക്കാൻ ഒരു അമ്മയും അമൃതയെടുത്തി. കഷ്ടം. ആ സംസാരിച്ചെന്ന് സമയം കളയണ്ട, റെക്കോർഡിംഗ് വൈകും. ശരിയാ ശമേ, നമുക്ക് ഇറങ്ങാം. ശ്യാമേ, ശ്യാമയ്ക്ക് വൊമിറ്റ് ചെയ്യുമെന്ന് തോന്നിയാലേ ഞാൻ ബാഗിൽ ഗുളിക എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി. ശരി എടുത്തി. ബാഗിൽ ചുക്കുവെള്ളം പ്രത്യേകം വെച്ചിട്ടുണ്ട്, അത് തന്നെ കുടിക്കണം കേട്ടോ മോളെ. ശരിയമ്മേ. ആ അഖി, പിന്നെ കാറ് സ്പീഡിലൊന്നും ഓടിക്കല്ലേ, റോഡില് ഗട്ടറൊക്കെ കാണും, സൂക്ഷിച്ചു വേണം. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാമേ. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചതാ, പഴയതുപോലൊന്നും അല്ല. ശ്യാമയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. എപ്പോഴും ആ ഓർമ്മയും കെയറും രണ്ടാൾക്കും വേണം. ശരിയമ്മേ. ശരിയടാ, പോയിട്ട് വാ. ശരിയമ്മേ. ശരി എന്നാ പുറപ്പെട്ടോളൂ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു അമ്മേ. ശരി എന്നാ പോ. ശരി. കേട്ടോ? ശരി. ഐശ്വര്യ, ആ പൊടി ശ്യാമയ്ക്ക് കൊടുത്തോ? ആ കർമ്മം വസുന്ധരാമയെ കൊണ്ട് തന്നെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യിപ്പിച്ചു. ഐശ്വര്യ, വസുന്ധര അതറിഞ്ഞോണ്ട് ചെയ്യുവോ? അറിഞ്ഞുകൊണ്ടെന്ന് ആരാ പറഞ്ഞത്? അതെന്റെ ഒരു ട്രിക്കാന്ന് കരുതിക്കോ. ഡീറ്റെയിൽസ് ഒക്കെ തമ്മിൽ കാണുമ്പോ പറയാം. ആ പൊടി ശ്യാമയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഇന്നവളുടെ വയറ്റിലെ കുഞ്ഞു പോവും. അത് നടന്ന് കിട്ടണം. പിന്നെ ആർക്കെന്ത് സംശയം തോന്നിയാലും പെട്ടുപോകുന്നത് വസുന്ധരാമയാ. അത് നന്നായല്ലോ. വസുന്ധരാമയ്ക്ക് ഇപ്പൊ ഐശ്വര്യാന്ന് പറഞ്ഞ ചതുർത്ഥിയാ. ശ്യാമ അവരുടെ യഥാർത്ഥ മരുമകള്. ഇതിപ്പോ ഒരു വെടിക്ക് 2 പക്ഷികളെ കിട്ടുന്നു. ശ്യാമയുടെ ഗർഭാലസും പിടിക്കപ്പെട്ടാൽ ആ കുറ്റം വസുന്ധരാമയുടെ തലയിലാവുകയും ചെയ്യും. അതുറപ്പല്ലേ? അപ്പൊ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടക്കാൻ പോകുന്നതേ ശ്യാമയുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് ആവില്ല, അവളുടെ അബോഷനായിരിക്കും. ആ മായ, ഞാൻ ഇവിടെ നിന്ന് പറ്റില്ല. എനിക്ക് കാണണം, ആ രംഗം കൺകുളിർക്കെ കാണണം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവാ.
വിശേഷങ്ങള് അപ്പൊ പറയാം. ഓക്കെ? ആ ശരി. ഒരാഘോഷന്റെ പേരില് വസുന്ധരയും മകനും മരുമകളും തമ്മില് തല തല്ലി ചാവും. എനിക്കെന്തായാലും ഇപ്പൊ വലിയ അത്ഭുതം തോന്നുക. ശ്യാമയെ കണ്ട കടിച്ചു കീറാൻ നിന്ന ആളാണ് അമ്മ. ഇപ്പൊ ശ്യാമെന്ന് പറഞ്ഞ അമ്മയ്ക്ക് സ്വന്തം മോള് തന്നെയാ. പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ടൊരു മാറ്റം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ശ്യാമയ്ക്ക് ഗ്രീൻ ടീ ഇട്ട് തരുന്നു, ഓട്സ് റെഡിയാക്കി തരുന്നു, കൂടെ ഇരുന്ന് അത് കഴിപ്പിക്കുന്നു, ആരോഗ്യം നോക്കണേന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപദേശവും. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെയാണ് അമ്മായിയമ്മയും മരുമോളും. കണ്ടു കൊതിവെച്ചോ? ഉവ്വ ഉവ്വ. ഈ അമ്മായി മരുമകൾ രംഗം മുൻപ് ഞാൻ കുറെ കണ്ടതാ. അന്ന് ഈ മരുമകളുടെ കണ്ണീര് തുടയ്ക്കാനേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അതന്നല്ലേ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷെ എന്താ അമ്മയ്ക്ക് ഇങ്ങനൊരു മനമാറ്റം? അതെങ്ങനെയാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യ. ആ അതവനെ വഴിയുള്ളൂ. അതെ, എന്റെ വയറ്റിലുള്ളതേ വസുന്ധരാമ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഖിൽ സാറിന്റെ കുഞ്ഞ. അതുകൊണ്ടാ അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം തോന്നുന്നു. മനസ്സിലായോ? എന്തായാലും കണ്ടിട്ടിതിപ്പോ ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണെന്നാ തോന്നുന്നത്. നമ്മുടെ ഉണ്ണിക്കണ്ണെന്ന് പറഞ്ഞോട്ടെ. പിന്നെ അമ്മ എന്റെ അഖിമോനെ പോലെ ആ കണ്ണ് മൂക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ പിന്നാലെ ആയിരിക്കും. ഒരമ്മയുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഓമന കുഞ്ഞ് ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാ ആ അമ്മയുടെ ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോവും. ആ മ്യൂസിക് ഷോയില് വിന്നറായപ്പോഴൊന്നും അല്ല, യഥാർത്ഥത്തില് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നത് ഇപ്പോഴാ. മോളൊന്ന് ശ്വാസം വലിച്ചു വിട്ടേ. മോക്ക് ചുമയുണ്ടോ? ഇല്ല. മോക്ക് ഇവിടെ വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ആ. ഫാർമസിന്ന് മെഡിസിൻ വാങ്ങിക്കോളൂ. ഡോക്ടറെ, ഇന്നലെ രാത്രി മുഴുവൻ നല്ല പനിയായിരുന്നു. ഉറക്കത്തിൽ മോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ചെറിയൊരു പനിയുണ്ട്. പക്ഷെ മോളോട് സംസാരിച്ചതിന് അതല്ല മോളുടെ പ്രശ്നവും തോന്നുന്നു. പനി വെറും ഒരു കാരണം മാത്രമാണ്. മോളുടെ മനസ്സിന് നല്ല വിഷമമുണ്ട്. മോളുടെ സംസാരത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട ആരെയോ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഡോക്ടറെ, ഞാൻ പറഞ്ഞില്ലേ അതെന്റെ അരുണങ്കിളാ. അരുണങ്കിള ഇപ്പൊ എന്നെ കാണാനേ വരുന്നില്ല. അമ്മയോട് ഡോക്ടർ പറയണം, എനിക്ക് അരുണങ്കിളിനെ കാണാതെ വലിയ വിഷമമൊന്നും. മോള് പറഞ്ഞത് കേട്ടില്ലേ? രോഗമല്ല, ഇപ്പൊ ഈ കുഞ്ഞിന്റെ പ്രശ്നം ഇതാ.
ഈ കുട്ടിയുടെ ആരാ ഈ അരുണങ്കിൾ? അത് ഡോക്ടറെ, അല്ല, എന്നോട് ഈ കുട്ടി സംസാരിക്കുന്നതിനിടയ്ക്ക് പലതവണ അരുണങ്കിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊരിക്കൽ ഞാൻ പരിചയപ്പെട്ട അങ്കിള. എന്നെ കണ്ടപ്പോ മുതല് എന്നോട് അത്രയ്ക്ക് സ്നേഹ. ഞാൻ അങ്കിളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അവിടെ മുത്തശ്ശിക്കും അമൃതാന്റിക്കും എല്ലാം എന്നെ വലിയ ഇഷ്ട. ഞാൻ അങ്കിളിനാ വിളിക്കാം. പക്ഷെ എനിക്ക് അരുണങ്കിളിനോട് എന്റെ അച്ഛനെ പോലെ സ്നേഹം തോന്നുവാ. ശ്രീകുട്ടി സംസാരിച്ചത് മതി. ശ്രീകുട്ടി അരുണങ്കിൾ എന്ന് പറയുന്നത് അശ്വതിയുടെ ആരാ? അത് ഡോക്ടറെ, അല്ല, ഈ മോള് ആ ആളെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചതാ. സോറി, പറയണമെന്നില്ല. പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. പറ്റുമെങ്കിൽ ശ്രീകുട്ടിയുമായി ഈ പറഞ്ഞ അരുണങ്കിളിനെ കാണാനും സംസാരിക്കാനും വേണ്ടത് നിങ്ങൾ ചെയ്യണം. അപ്പോ താനേ ഈ കുട്ടിയുടെ അസുഖവും കുറയും. മനസ്സിനുണ്ടാകുന്ന വിഷമം, അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. അമ്മേ, എന്നെ അരുണങ്കിളിനെ കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഇപ്പൊ തന്നെ അങ്കിളിനെ വിളിക്കമ്മേ. ശ്രീകുട്ടി മിണ്ടാതിരിക്കാൻ. ഡോക്ടറെ, ഞങ്ങൾ എന്നാ പൊയ്ക്കോട്ടെ. ഓക്കെ, അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ ഡോക്ടർ. ബൈ ഡോക്ടർ. ബൈ മോളെ. വാ മോളെ. വാ, വാ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. റെക്കോർഡിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാണ്. നമുക്ക് ആദ്യം റിഹേഴ്സൽ നോക്കാം. ശരി സാർ. എന്തു പറ്റി ശ്യാമേ? അല്ല, തലകർക്കം പോലെ. സാരല്ല, ടാബ്ലറ്റ് ഉണ്ട്. നിങ്ങൾ നടന്നോ, ഞങ്ങളെത്താം. ശ്യാമ, എന്താ? വാ, നമുക്ക് ദേ അങ്ങോട്ടിരിക്കാം. വാ വാ, ദേ ഇരിക്ക. ശ്യാമ, എന്താ ഇപ്പൊ എങ്ങനെയുണ്ട് ശ്യാമ? ഓക്കെ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. സാരമില്ല. കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് വരെ വന്നില്ലേ, അതിന്റെ ആവും. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ആണോ? കുഴപ്പമില്ല, കുറഞ്ഞിട്ടുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അതൊക്കെ വേണ്ട, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. വാ. ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണാ കാറ്റുകളഹംസം, ശ്യാമ, ആദ്യ ഗാനം ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഗാനം നോക്കിയാലോ? ശരി സാർ.